ജാവയിലെ അറേ ഓപ്പറേഷൻസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് അറേയ്സ് ക്ലാസ് ഇംപോർട്ട് ചെയ്യുന്നത്, അറേ ഉപയോഗിച്ചുള്ള ചില അടിസ്ഥാന പ്രവർത്തികൾ. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110, ജെഡികെ 1.6, എക്ലിപ്സ് 3.7.0. ഈ ട്യൂട്ടോറിയലിനായി ജാവയിലെ അറേയ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. അറേയ്സ് എന്ന ക്ലാസ്സിൽ അറേയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് മെത്തോഡ്സ് ലഭ്യമാണ്. അവ ആക്സസ് ചെയ്യുന്നതിനായി ഇംപോർട്ട് java.util.arrays എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആ ക്ലാസ് ഇംപോർട്ട് ചെയ്യണം. ഈ ക്ലാസ്സിൽ നിന്ന് ആവശ്യമുള്ള മെത്തോഡ് ആക്സസ് ചെയ്യാം. അതിനായി ഒരു ഡോട്ടും തുടർന്ന് മെത്തോഡ് നെയിമും നൽകുക. അതായത് arrays.toString അറേയ്സ് ക്ലാസ്സിലെ toString എന്ന മെത്തോഡിനെ സൂചിപ്പിക്കുന്നു. എക്ലിപ്സിലേക്ക് പോകുക. അറേയ്സ്ഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് അറേയ്സ് ഇംപോർട്ട് ചെയ്യാം. ക്ലാസ് ഡെഫിനിഷന് മുൻപ് ഇംപോർട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. അതിനാൽ പബ്ലിക് ക്ലാസ്സിന് മുൻപേ ടൈപ്പ് ചെയ്യുക ഇംപോർട്ട് java.util.arrays . ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജാവയിലെ യൂട്ടിൽ എന്ന പാക്കേജിൽ നിന്നും അറേയ്സ് എന്ന ക്ലാസ് ഇംപോർട്ട് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഒരു അറേ ചേർക്കാം. മെയിൻ ഫംഗ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് മാർക്സ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റുകൾ ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ളിൽ 2, 7, 5, 4, 8. ഇപ്പോൾ അറേയ്സ് ക്ലാസ്സിൽ ലഭ്യമായ ഒരു മെത്തോഡ് ഉപയോഗിച്ച് ഈ അറേയുടെ സ്ട്രിംഗ് രൂപം പ്രിന്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുക സ്ട്രിംഗ് എംഎസ്ടിആർ ഈക്വൽ ടു അറേയ്സ് ഡോട്ട് ടോസ്ട്രിംഗ് പരാൻതീസിസിനുള്ളിൽ അറേയുടെ പേര് അതായത് മാർക്സ് നൽകുക. ഇവിടെ ടോസ്ട്രിംഗ് എന്ന മെത്തോഡ് അറേയുടെ സ്ട്രിംഗ് രൂപം നൽകുന്നു. നമുക്ക് മാർക്കുകൾ പ്രിന്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പരാൻതീസിസിനുള്ളിൽ എംഎസ്ടിആർ. ഔട്ട്പുട്ട് പരിശോധിക്കുന്നതിനായി പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. ടോസ്ട്രിംഗ് മെത്തോഡ് വഴി അറേയെ സ്ട്രിംഗ് ആയി പ്രതിനിധീകരിക്കുന്നത് കാണാം. അറേയിലെ എലിമെന്റ്സ് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അറേയ്സ് ഡോട്ട് ടോസ്ട്രിംഗിന് പകരം ടൈപ്പ് ചെയ്യുക അറേയ്സ് ഡോട്ട് സോർട്ട് പരാൻതീസിസിനുള്ളിൽ അറേയുടെ പേര് അതായത് മാർക്സ്. അറേ ക്ലാസ്സിലെ സോർട്ട് മെത്തോഡ് അറേയിലെ എലിമെന്റ്സിനെ ക്രമീകരിക്കുന്നു. നമ്മൾ മാർക്സ് എന്ന അറേയിലെ എലിമെന്റ്സിനെ ക്രമീകരിച്ചിട്ട് അതിന്റെ സ്ട്രിംഗ് രൂപം പ്രിന്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് നോക്കാം. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ടിൽ കാണുന്നത് പോലെ സോർട്ട് മെത്തോഡ് അറേയെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക സോർട്ട് മെത്തോഡ് അറേയെ തന്നെ മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സോർട്ടിങ്ങിനെ ഇൻപ്ലേസ് സോർട്ടിംഗ് എന്ന് പറയുന്നു. ഇതിനർത്ഥം സോർട്ടിങ്ങിന്റെ ഫലമായി എലിമെന്റ്സ് ഉൾക്കൊള്ളുന്ന അറേയിൽ മാറ്റം വരുന്നു. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത മെത്തോഡ് ഫിൽ ആണ്. ഫിൽ മെത്തോഡ് 2 ആർഗുമെന്റ്സ് സ്വീകരിക്കുന്നു. ഈ വരി നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക അറേയ്സ് ഡോട്ട് ഫിൽ ബ്രാക്കറ്റിനുള്ളിൽ അറേയുടെ പേര് അതായത് മാർക്സ്. ഇതാണ് ആദ്യത്തെ ആർഗുമെന്റ്.
രണ്ടാമത്തേത് അറേയിൽ ഫിൽ ചെയ്യപ്പെടേണ്ട മൂല്യം നമ്മൾ 6 നൽകുന്നു. എന്നിട്ട് സെമിക്കോളൻ. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഫിൽ മെത്തോട് അറേയെ 6 കൊണ്ട് നിറച്ചത് കാണാൻ കഴിയുന്നു. അടുത്തതായി നോക്കുന്ന മെത്തോട് ആണ് കോപ്പിയോഫ്. മാർക്ക്സ് അറേയിലുള്ള എല്ലാ എലിമെന്റ്സിനെയും മാർക്ക്സ്കോപ്പി എന്ന അറേയിലേക്ക് പകർത്തുന്നു. അറേയ്സ് ഡോട്ട് ഫിൽ നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക ഇന്റ് മാർക്ക്സ്കോപ്പി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റ് സെമിക്കോളൻ. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക മാർക്ക്സ്കോപ്പി ഈക്വൽ ടു അറേയ്സ് ഡോട്ട് കോപ്പിയോഫ് പരാൻതീസിസ് സെമിക്കോളൻ. ഈ മെത്തോഡും 2 ആർഗ്യുമെന്റ്സ് സ്വീകരിക്കുന്നു. ആദ്യത്തേത് കോപ്പി ചെയ്യേണ്ട എലിമെന്റ്സ് ഉൾക്കൊള്ളുന്ന അറേ, അതായത് മാർക്ക്സ്. രണ്ടാമത്തേത് കോപ്പി ചെയ്യേണ്ട എലിമെന്റ്സിന്റെ എണ്ണം, ഇവിടെ 5. അറേയ്സ് ഡോട്ട് ടോസ്ട്രിംഗിൽ മാർക്ക്സിന് പകരം മാർക്ക്സ്കോപ്പി നൽകുക. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. മാർക്ക്സ് അറേയിലെ എലിമെന്റ്സിനെ മാർക്ക്സ്കോപ്പി അറേയിലേക്ക് പകർത്തിയിട്ടുണ്ടെന്ന് കാണാം. കോപ്പി ചെയ്യേണ്ട എലിമെന്റ്സിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തി നോക്കാം. 5ന് പകരം 3 കൊടുക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. ആദ്യത്തെ 3 എലിമെന്റ്സ് മാത്രമേ കോപ്പി ചെയ്തുള്ളൂ എന്ന് കാണാം. കോപ്പി ചെയ്യേണ്ട എലിമെന്റ്സ് അറേയിലെ എലിമെന്റ്സിന്റെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 3ന് പകരം 8 കൊടുക്കുക. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. അധികമായി വരുന്ന എലിമെന്റ്സിന് വേണ്ടി ഡിഫോൾട്ട് മൂല്യമായ 0 നൽകുന്നു എന്ന് കാണാം. അടുത്തതായി ഒരു പ്രത്യേക റേഞ്ചിലുള്ള എലിമെന്റ്സ് ആണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. അതിനായി കോപ്പിയോഫിനെ കോപ്പിയോഫ് റേഞ്ച് ആക്കുക. 8ന് പകരം 1, 4 നൽകുക. ഈ മെത്തോട് ഇൻഡെക്സ് 1 മുതൽ ഇൻഡെക്സ് 3 വരെയുള്ള എല്ലാ എലിമെന്റ്സും കോപ്പി ചെയ്യുന്നു. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇൻഡെക്സ് 1 മുതൽ 3 വരെയുള്ള എല്ലാ എലിമെന്റ്സും കോപ്പി ചെയ്യപ്പെട്ടു എന്ന് കാണാം. ശ്രദ്ധിക്കുക, നമ്മൾ 1ഉം 4ഉം ആണ് ആർഗുമെന്റ്സ് ആയി നൽകിയത്. പക്ഷേ ഇൻഡെക്സ് 4ലെ എലിമെന്റിനെ കോപ്പി ചെയ്തില്ല. ഇൻഡെക്സ് 3 വരെയുള്ള എലിമെന്റ്സ് മാത്രമേ കോപ്പി ചെയ്തുള്ളൂ. അതായത് കൊടുക്കുന്ന റേഞ്ചിന്റെ ഒരു ഇൻഡെക്സ് മുൻപ് വരെ. ഈ സ്വഭാവം rangesന്റെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. 0,4 സൂചിപ്പിക്കുന്നത് ഇൻഡെക്സ് 0 മുതൽ 3 വരെ എന്നാണ്. 4,6 സൂചിപ്പിക്കുന്നത് ഇൻഡെക്സ് 4 മുതൽ 5 വരെ എന്നാണ്. അതിനാൽ 0,4 അധികം 4,6 0,5ന് സമമാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് ക്ലാസ് അറേയ്സ് ഇംപോർട്ട് ചെയ്യുന്നത്, ടോസ്ട്രിംഗ്സ്, സോർട്ട്, കോപ്പി, ഫിൽ തുടങ്ങിയ അറേ ഓപ്പറേഷൻസ്. അസൈൻമെന്റ്: arrays.equals എന്ന മെത്തോട് എന്ത് ചെയ്യുന്നുവെന്ന് വായിച്ച് മനസ്സിലാക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക.
ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.